എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വാഴ പിരിക്കുന്ന വീഡിയോ ആണ്. കാരണം വാഴ നമുക്ക് മാറ്റി നടാൻ വേണ്ടി വിത്ത് ആവശ്യമാണ്. അപ്പം വിത്ത് പിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. കണ്ടില്ലേ, നമ്മൾ വിത്ത് ഓരോന്നോരോന്നായിട്ട് ഈ തടയുടെ ചുറ്റും വിത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു വാഴ വിത്ത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കറിയാം 15 രൂപ തൊട്ടാണ്. ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ്. 25 രൂപ വരെ വില മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഒരു 8-10 വിത്ത് ചില വാഴകളിലൊക്കെ ഉണ്ട്. ഒരു 8 വിത്ത് ഉണ്ടെങ്കിൽ തന്നെ 10-200 രൂപയുടെ വിത്ത് നമുക്ക് വാഴയിലുണ്ട്, നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റും. അപ്പം കണ്ടില്ലേ, നമ്മളിങ്ങനെ വിത്തുകളെല്ലാം ഓരോന്നായിട്ട് പിരിച്ചെടുക്കണം എന്ന് പറയുമ്പം വാഴയുടെ മെയിൻ തടയാണ് നിൽക്കുന്നത്. തടയ്ക്ക് ചുറ്റുമാണ് വിത്തുകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഈ അലവാൻ കിട്ടുന്ന കുത്തുക. അപ്പോൾ അതിൻ്റെ വേര് ഒന്ന് മുറിയണം. കണ്ടില്ലേ, കുത്തി അങ്ങ് വേര് മുറിച്ച് എടുക്കണം. കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു വിത്താണ്. അപ്പം നമുക്ക് കണ്ടോ 2 വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓരോ കുഴിയിലായിട്ട് അത് നടാൻ പറ്റും. അങ്ങനെ കുത്തി വേണം ഇതെടുക്കാൻ. ഇച്ചിരി പാടൊക്കെ ഉണ്ട്, വേര് നന്നായിട്ട് പിടുത്തമുണ്ട്. ഇപ്പം നമ്മളത് കുത്തി മുറിച്ച് വലിച്ചങ്ങ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം 3 വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വലിയ തട നിൽക്കുന്ന അത് നമ്മൾ കൊല വെട്ടിയ തടയാണ്. അത് മുറിച്ച് കളയണം. ഇനി അത് മുറിച്ച് കളഞ്ഞ് ഒരു വാഴവിത്ത് നമ്മൾ ഈ കുഴിയിൽ നിർത്തും. അതിവിടെ നിന്ന് വളരാൻ വേണ്ടി ഒരെണ്ണം ഈ കുഴിയിൽ തന്നെയാണ് നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അലവാൻ കെട്ടിങ്ങനെ കുത്തിയെടുക്കുക. വേരുണ്ട്, അത് വിടിയിപ്പിക്കുക. കണ്ടോ, അതാണ് അതിൻ്റെ വേര്. അത് വിടിയിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ തടയാണ് നിൽക്കുന്നത്. കണ്ടോ, ഈ ഒരു വിത്ത് നമ്മൾ ഇനിയിപ്പം ഈ കുഴിയിൽ തന്നെ നിർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വിത്ത് നമുക്കിവിടെ നിർത്തണം, ഈ കുഴിയിൽ നിന്ന് വളരാൻ വേണ്ടി. ഇപ്പോൾ ഈ തട നമ്മൾ കളയണം. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് 4-5 വിത്തുകളുണ്ട് ഈ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഓരോ കുഴിയിലേക്ക് മാറ്റുക. കണ്ടോ, തട പതുക്കെ നമ്മളവിടെ ഇനി അത് പതുക്കെ അങ്ങ് മാറ്റുക. അലവാൻ കിട്ട് കുത്തി ഇനിയിപ്പം പതുക്കെ എടുത്തങ്ങ് മാറ്റണം. അത് കണ്ടില്ലേ, അങ്ങനെ അതങ്ങ് മാറ്റി. ഇനിയിപ്പം ഈ ഒരു വാഴ നമുക്ക് ഇവിടെ ഈ കുഴിയിൽ നിർത്താനുള്ളതാണ്. അതിവിടെ നിർത്തി നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിന് കണ്ടില്ലേ, ഒരു ചുറ്റും മണ്ണൊക്കെ ഇട്ടെന്ന് സെറ്റാക്കി എടുക്കണം. നമ്മളത്രയും കുഴിച്ചതിൻ്റെയൊക്കെ ഒരു കുഴി പോലൊക്കെ അവിടെ വരും. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. മണ്ണിടുന്നതിന് മുന്നേ കുമ്മായം ഇട്ട് കൊടുക്കുക. കുമ്മായം ഇടുമ്പോൾ മണ്ണിൻ്റെ അമ്ലത്വം കുറയുകയും ഒക്കെ ചെയ്യും. വിത്തിനൊക്കെ മറ്റു രോഗങ്ങളൊക്കെ വരാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം കുറച്ച് കുമ്മായം അങ്ങ് ഇട്ട് കൊടുക്കുക മണ്ണിലേക്ക്. കണ്ടില്ലേ, നമ്മൾ കുറച്ച് കുമ്മായം ഇട്ടു. ഇനിയിപ്പം പതുക്കെ നന്നായിട്ട് മണ്ണങ്ങ് മൂടുക. മണ്ണങ്ങ് മൂടി സെറ്റാക്കുക. കണ്ടില്ലേ, പതുക്കെ വെട്ടി മൂടി സെറ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ വിത്തിൽ മണ്ണെല്ലാം മൂടിയ ശേഷം തടമെടുത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇപ്പം ഇങ്ങനെ കുമ്മായമൊക്കെ ഇട്ട് നിർത്തി ഒരു 10-15 ദിവസം കഴിയുമ്പം നമുക്കിനി വളമിടാം. കുമ്മായം ഇട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് വളമിടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ 15 ദിവസം കഴിയുമ്പോൾ ചാണകം തടം എന്നാൽ ശരിക്ക് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് വളം നമ്മൾ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, ചാണകം ഇടാം. അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലുപൊടിയോ എന്തെങ്കിലുമൊക്കെ നൽകാം. വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ നൽകി
അത് സെറ്റാക്കി എടുക്കുക. ഇപ്പം ഈ മഴയില്ലാത്തതുകൊണ്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുകയും ചെയ്യണം ഇപ്പോൾ നടുന്ന കൊലകൾ. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് നനച്ച് കൊടുക്കേണ്ടിയും വരും. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ഇതിനൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.